താരപ്പകിട്ടിലേക്ക് സ്വാഗതം. ഗായിക രാജലക്ഷ്മിയാണ് ഇന്ന് നമ്മളോടൊപ്പം താരപ്പകിട്ടിൽ. ഹായ് രാജി. ഹലോ ചേച്ചി. കുറേ കാലത്തിന് ശേഷം രാജിയെ കാണുമ്പോൾ എപ്പോഴും രാജിയുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഒരുപാട് സന്തോഷം വരും. അങ്ങനെയാണ് എന്നും എപ്പോഴും പാട്ടും ഒരുപാട് ഹിറ്റായി. അപ്പോൾ നമുക്ക് ഒരു ആഘോഷം എന്ന് പറഞ്ഞാൽ തുടങ്ങി ആഘോഷിച്ച് അങ്ങ് തുടങ്ങാം. മലർവാകക്കൊമ്പത്ത് മണിമേഘത്തുമ്പത്ത് മഴവില്ലിൻ തുഞ്ചത്ത് ചാഞ്ചാടു കിളിയേ കിളിയേ പുണരുമ്പോൾ പിടയാതെ ചിറകാലെ കുടയാതെ ഇടനെഞ്ചിൻ മഞ്ചത്തെ ചാഞ്ചാടു കിളിയേ കിളിയേ. ജേട്ടനാണ് അല്ലേ, ഡ്യുവറ്റാണത്. ശരിക്കും പറഞ്ഞാൽ റെക്കോർഡിങ് ഇപ്പം വളരെ ഹൈ ടെക്നോളജിയാണ്. നമുക്ക് ഫീമെയിൽ സിംഗർ ഒരു സമയം വരും, മെയിൽ സിംഗർ വേറെ സമയം വരും. പക്ഷേ പാട്ടുകൾ ഹിറ്റാവുമ്പോൾ അതേ പാട്ട് തന്നെ സ്റ്റേജ് ഷോയിലും വരാറുണ്ട്. ജയൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എപ്പോഴും നമുക്കൊരു എത്രത്തോളം കംഫർട്ടാണ്. പേടിയുണ്ടാവും ജയൻ ചേട്ടൻ്റെ അടുത്ത്? കാര്യം ഒരു ഭയങ്കര ഒരു ജേട്ടൻ എന്ന് പറയുമ്പോൾ എന്താ പറയുക, മലയാളികൾക്ക് ദാസാർ കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ ദാസാറിനോളം തന്നെ പ്രിയപ്പെട്ട ഒരു പാട്ടുകാരനാണ് ജയേട്ടൻ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ജയേട്ടൻ്റെ കൂടെ ഒരു പാട്ട് സിനിമയിൽ പാടുക, അതിന് മുമ്പ് ഒരു പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ, ഔസേപ്പ് ബച്ചൻ സാറിൻ്റെ മ്യൂസിക്കിൽ ജയേട്ടൻ്റെ കൂടെ ഒരു പാട്ട് ഞാൻ പാടുന്നു. പക്ഷെ സിനിമ അത്രയ്ക്ക് ശ്രദ്ധിച്ചില്ല. കലികാലം എന്നായിരുന്നു ആ സിനിമയുടെ പേര്. അതിനുശേഷം ഇങ്ങനെ എനിക്ക് വിദ്യാസാഗർ സാർ ഈ പാട്ട് പാടാൻ വിളിച്ചത് തന്നെ എനിക്കൊരു വലിയ ത്രില്ലിംഗ് ആയിരുന്നു. ഞാൻ വിവരങ്ങളൊക്കെ FB വഴി അറിയാറുണ്ട്, അപ്പം വിളിക്കും പിന്നെയും. അതെ, പക്ഷെ ഇതൊരിക്കലും ജേട്ടൻ്റെ കൂടെയാണ് പാടാൻ പോണേന്ന് ഒരു തരത്തിലും നമുക്കൊരു ക്ലൂവോ ഇല്ല, ഒന്നുമില്ല. അവിടെ ചെന്ന് പാട്ട് പഠിക്കാനായിട്ട് ജേട്ടൻ ആദ്യം പാടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇത് ഡ്യുവറ്റാണ് എന്ന് പറഞ്ഞിട്ട് പാട്ടിട്ടപ്പോൾ ചേട്ടൻ്റെ ശബ്ദം. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, ഈശ്വര ജേട്ടൻ്റെ കൂടെയാണോ ഞാൻ പാടണേ ഈശ്വര. അപ്പോൾ ഈ സിനിമ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, സിനിമ ഏതാണെന്നോ അങ്ങനെയൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല. അതിന് ശേഷമേ സാധാരണ സാറ് പറയാനുള്ളത് ഏത് സിനിമയാണെന്നും ഒക്കെ. എന്തായാലും ജേട്ടൻ്റെ കൂടെ പാടുന്നത് തന്നെ എനിക്കൊരു വലിയ ത്രില്ലായിരുന്നു. പാടിക്കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വന്നിട്ട് വിദ്യാസാഗർ സാറിൻ്റെ മാനേജറുണ്ട് മുരുകൻ സാർ. അപ്പോൾ സാറിനോട് ചോദിച്ചു, സാർ ഇത് ഏത് ഫിലിം? ഇത് സത്യൻ സാറുടെ പടം എന്നും എപ്പോഴും. എനിക്ക് ഭയങ്കര എന്താ എക്സൈറ്റഡ് വിത്ത് ജയചന്ദ്രൻ സാർ. യെസ്, ഭയങ്കര സന്തോഷം. അല്ല, ഇത് സ്റ്റുഡിയോ എക്സ്പീരിയൻസ്. ഞാൻ ചോദിക്കുന്നത് അത് പാട്ട് ഹിറ്റായാൽ സ്റ്റേജില് അതിനുശേഷം ഇത് തന്നെ ഒരു ത്രില്ലായിരുന്നു. പിന്നെ സ്റ്റേജിൽ വന്ന് നമ്മൾ ഈ പാട്ട് ജേട്ടൻ്റെ കൂടെ പാടുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏത് പാട്ടാണെങ്കിലും ഈ പറഞ്ഞ തൊട്ടടുത്ത് നിന്ന് പാടുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വല്ലാത്തൊരു പേടി, ആദ്യമേ അതാണ് പറയേണ്ടത്. ഇത്രയും സീനിയറായിട്ടുള്ള ഒരാളാണ്. പിന്നെ പിന്നെ നമ്മുടെ അടുത്തൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ് കേട്ടോ ജേട്ടൻ. അങ്ങനെ ഒരു ബലം പിടിച്ചിരിക്കുന്ന ഒരാളേ അല്ല. ഇത്രയും പ്രായമൊക്കെ മറന്ന് നമ്മുടെ അടുത്ത് ഒരുപാട് സംസാരിക്കാനും ഒരുപാട് അഡ്വൈസസ് തരാനും ഒക്കെ. പ്രായം മറന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ ശബ്ദത്തിലും കോസ്റ്റ്യൂമിലും ഈവൻ ശബ്ദത്തിൽ ഓഫ് കോഴ്സ് നിറത്തിലെ പാട്ടായാലും ഏത് 1983 പാട്ടായാലും എത്ര എന്നുവെച്ചാൽ വളരെ റീസെന്റ് ആയിട്ടുള്ള പഴയ പാട്ടുകളല്ല ഞാൻ പറയുന്നത്. പക്ഷെ സ്റ്റേജിലും കളർഫുൾ ആയിരിക്കും ചേട്ടൻ. ഭയങ്കര സ്റ്റൈലായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് മൊത്തത്തിലൊരു യൂത്ത്ഫുൾ ആണ് ആള്. അപ്പോൾ ആ ഒരു വൈബ്രേഷൻ നമുക്കും കിട്ടും. എന്നാലും ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാളാണെന്നുള്ള കൂടെ നമ്മൾ പാടുമ്പോൾ ഒരു റെസ്പെക്റ്റും പേടിയും. പിന്നെ ജേട്ടൻ തെറ്റിയാൽ വയർ നിറച്ച് പാടിക്കഴിയുമ്പോൾ ചീത്തയും പറയും, നീയൊക്കെ എന്തിനാ പാടണേന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ട് മനസ്സിൽ. അതാണ് ശരിക്കും സ്റ്റേജിൽ ജേട്ടൻ്റെ കൂടെ പാടുമ്പോൾ. പക്ഷേ ദൈവം സഹായിച്ച ഒരുപാട് പരിപാടികൾ ജേട്ടൻ്റെ കൂടെ ചെയ്യാനും അതുപോലെ ജേട്ടൻ തന്നെ പലരോടും എൻ്റെ പേര് സജസ്റ്റ് ചെയ്ത് അങ്ങനെ ആ വഴി എനിക്ക് കുറേ അതൊരു വലിയ വിഗ്രഹമാണ് ശരിക്കും. ഇപ്പോഴും ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയും ബാംഗ്ലൂർ ഒരു ഷോയ്ക്ക് ജേട്ടൻ്റെ കൂടെ പാടി.
രാജി എന്ന് പറയുമ്പോൾ ഇപ്പം പക്ഷെ രാജി ഒരു കുട്ടി പാട്ടുകാരിയാണ്. കുഞ്ഞ് നല്ലതെന്ന് വെച്ചാൽ ഞാൻ കേട്ടിട്ടുണ്ട് രാജി ജനിച്ച് ഞാൻ സ്റ്റേജിൽ നിന്ന് പണ്ട് ഉറങ്ങി പോയിട്ടുണ്ടെന്ന് വെച്ചാൽ അത്രയും കുട്ടി കാലത്ത് അല്ലേ അമ്പല ഉത്സവങ്ങളിലും ഒക്കെ പോയിട്ടുണ്ട്. ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് എക്സ്പീരിയൻസ് ഏതാണ് ഓർമ്മയിലുള്ളത്? എനിക്ക് ഒരുപാട് സ്റ്റേജുകൾ എനിക്ക് ഓർമ്മയിലുണ്ട്. പ്രത്യേകിച്ച് ഈ ചെറിയ പ്രായത്തിൽ ഇതൊരു പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുത്തു. ഇതാണ് എൻ്റെ വഴി, പാട്ടാണ് എൻ്റെ വഴി. ഈ പറഞ്ഞാൽ 9-10 വയസ്സിലെ അത് അമ്മ എനിക്ക് അങ്ങനെ പറഞ്ഞു തന്നു, നിനക്ക് ഇതാണ് നിന്റെ വഴി, നീ ഇതിലേ പോയാൽ മതി എന്നുള്ളത്. പഠിത്തമൊക്കെ സെക്കൻഡാണ്. എൻ്റെ മോൻ പറയൂ അമ്മയുടെ ഭാഗ്യം, അമ്മയുടെ അടുത്ത് ആരും അമ്മമ്മ പഠിക്കുമെന്ന് പറഞ്ഞിട്ടേ ഇല്ലല്ലേ. ആക്ച്വലി രാജി പഠിക്കാൻ എങ്ങനെയായിരുന്നു? പഠിക്കാൻ ഒരു എന്താ പറയുക, ഒരു 75% മാർക്ക് എപ്പോഴും കീപ്പ് ചെയ്യുമായിരുന്നു. വലിയ എക്സലന്റ് ആയിരുന്നില്ല, എന്നാൽ ഇങ്ങനെ ഒരു ഇതിൽ പോകും. അതുമല്ല എനിക്കങ്ങനെ റെഗുലറായിട്ട് പ്രോഗ്രാമിന് ക്ലാസ്സിൽ പോകാനൊന്നും എനിക്ക് പറ്റില്ലേ ഇല്ല. കാരണം ഞാൻ ആ സമയത്തൊക്കെ ഈ ഗാനമേള ട്രൂപ്പുകളൊക്കെ ഒരുപാട് സജീവമായിരുന്ന ഒരു സമയമായിരുന്നു. അതെ അതെ. അപ്പോൾ ഇന്നിപ്പോൾ ഈ അമ്പലപ്പറമ്പുകളിൽ പല കാരണങ്ങൾ കൊണ്ടും ഗാനമേളകളില്ല. അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം 30 ദിവസം ഉണ്ടെങ്കിൽ 35 പ്രോഗ്രാം ആയിരിക്കും എല്ലാ ട്രൂപ്പിനും. അല്ല ഇന്നത്തെ റിയാലിറ്റി ഷോ അന്നത്തെ ഗാനമേള എന്ന് പറയുന്നത് ട്രൂപ്പ്. അതെ, ഗാനമേള കാണാൻ പോവാന്നുള്ളത് ഒരു ഹരമായിരുന്നു ഒരു സമയത്ത്. ആ സമയത്താണ് ഞാൻ ശരിക്കും അതിലേക്ക് വരണത്. അതുകൊണ്ട് ആൾക്കാരൊക്കെ എന്ത് ലൈവ് ഫീഡ്ബാക്ക് ആണ്, ലൈവ് ഫീഡ്ബാക്ക് എനിക്കിപ്പോഴും ജനിച്ച് ചോദിച്ചത് കൊണ്ട് പെട്ടെന്ന് ഓർമ്മ വരും. എനിക്ക് കുട്ടിക്കാലത്ത് ഞാൻ ഏത് സ്റ്റേജിൽ പോലും എനിക്കൊരു സമ്മാനം കിട്ടുമായിരുന്നു. ഏറ്റവും കൊച്ചുകുട്ടി വന്ന് ഇങ്ങനെ പാടുമ്പോൾ പാട്ടിലെന്ന് അല്ലെങ്കിൽ പോലും അത് കാണാനൊരു കൗതുകമാണ്. അപ്പം അങ്ങനെ എനിക്ക് മിക്ക സ്റ്റേജിലും എന്തെങ്കിലും ഇപ്പോൾ ഒരു പെട്ടിയിൽ ഒരു തവണ എനിക്കൊരു പെട്ടിയിൽ വള, പൊട്ട്, മാല അവിടെ നിന്ന് തന്നെ ഉത്സവപ്പറമ്പിൽ തന്നെ ആരോ വാങ്ങിച്ചത് ഒരു പെട്ടിയിലാക്കി. പിന്നെ എന്റെ ഈ ശരീരമൊക്കെ കണ്ടിട്ട് ഒരു പെട്ടി നിറയെ സ്വീറ്റ്സ്, അങ്ങനെ കയ്യിൽ കിട്ടണം. അല്ലെങ്കിൽ നോട്ടുമാല, പിന്നെ എന്തെങ്കിലും ഹാരം, പൂമാല, അങ്ങനെയൊക്കെ നാരങ്ങ, അങ്ങനെയൊക്കെ കയ്യിൽ കിട്ടുന്ന എന്താണെങ്കിലും ചിലപ്പോൾ ഒരു 50 രൂപയായിരിക്കും, അല്ലെങ്കിൽ ഒരു 10 രൂപയായിരിക്കും. ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താണെങ്കിലും ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ കുട്ടിക്കാലത്ത് നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യും തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് അന്നത്തെ കാലത്ത് ആദ്യത്തെ സ്റ്റേജിൽ തന്നെ എനിക്കൊരു നോട്ടുമാല കിട്ടി. പിന്നീട് ഏത് സ്റ്റേജിൽ പോയാലും ആ ഒരു സമയത്ത് എനിക്ക് എന്തെങ്കിലും സമ്മാനം എപ്പോഴും കിട്ടുമായിരുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെ എനിക്ക് ഓരോ സ്റ്റേജും ശരിക്കും മെമ്മറബിൾ ആണ്. കുട്ടിക്കാലത്ത് അമ്മയാണോ കൂടെ വരിക? അമ്മയാണ് ശരിക്കും പാട്ടിലേക്ക് എന്നെ കൊണ്ടുവന്നത് അമ്മയാണ്. വീട്ടിലെല്ലാവരും നന്നായിട്ട് പാടുമായിരുന്നു. പക്ഷെ അവരാരും വളരെ ചെറുപ്പത്തിലേ അവര് നാടകങ്ങൾക്കൊക്കെ പാടിയിട്ടുണ്ട്, എൻ്റെ അമ്മയും അമ്മയുടെ ചേച്ചിയൊക്കെ. പക്ഷെ എന്തൊക്കെയോ പല കാരണങ്ങൾ കൊണ്ട് അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത്. അന്നത്തെ കാലത്തിന്റെ പഴയ കാലമല്ലേ, ഇന്നത്തെ പോലെ അല്ലല്ലോ. ഇന്നിപ്പം ആർക്കും അപ്രോച്ച് ചെയ്യാം, ടാലന്റ് ഉണ്ടോ എവിടെയെങ്കിലും ഒക്കെ എത്തിപ്പെടാം. പക്ഷെ അന്ന് അങ്ങനെ അല്ലല്ലോ. അന്ന് ആദ്യം ധൈര്യം വേണം, ടാലന്റ് പിന്നെയും നമുക്ക് ബാക്കിയൊക്കെ സപ്പോർട്ട് ചെയ്താലേ ഇത് വർക്ക്ഔട്ട് ആവുള്ളൂ. പിന്നെ ഈ വീട്ടുകാരും സപ്പോർട്ടും വളരെ കുറവാണ്. അന്നൊക്കെ ഒരു എന്താ പറയാ ആഭിജാത്യം എന്നൊക്കെ പറഞ്ഞ ഒരു ഇത് നമുക്ക് വേണമെങ്കിൽ ആണെങ്കിൽ പലരും ഇപ്പൊ എന്റെ വല്യമ്മയൊക്കെ വളരെ നന്നായിട്ട് എൻ്റെ അമ്മ അസലായിട്ട് പാടും. അമ്മയുടെ കഴിവിന്റെ ഒരു അംശമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അന്ന് ഇങ്ങനെ പാട്ട് പാടാൻ പോകുന്നതൊക്കെ ഒരു ഇതാണ് പഴയ കാലത്ത്. അപ്പൊ ആ സമയത്ത് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. രാജി എങ്ങനെയാ രാജി? ഞാൻ എപ്പോഴും ആലോചിക്കും, എപ്പോഴും രാജിയുടെ ഷോസ് കണ്ടാൽ ജാനകി അമ്മ ഓറിയൻറ്റഡ് ആണ് ഷോ. എങ്ങനെയാണ് ആ പാട്ടുകളുടെ ഒരു സീക്വൻസിലൂടെ ഇങ്ങനെ വന്നത്? അത് ബോധപൂർവം അങ്ങനെ ആയതല്ല. അതിൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം. കാരണം അമ്മ നന്നായിട്ട് ജാനകി അമ്മയുടെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അമ്മ ജാനകി അമ്മയുടെ എല്ലാ പാട്ടിലും അമ്മയ്ക്ക് ഏകദേശം ബൈ ഹാർട്ടാണ്. ഏത് സിനിമ എന്ത് ചോദിച്ചാലും അമ്മ പറയും. അപ്പം അമ്മയുടെ ആ ഇഷ്ടം അനുസരിച്ച് അമ്മ എപ്പോഴും വീട്ടിൽ എല്ലാം ജാനകി അമ്മയുടെ പാട്ടുകളാണ് പാടുന്നത്. അതാണ് അപ്പൊ വീട്ടിലെ അണ്ടറില്. അതെ അതെ. പിന്നെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഈ ടേപ്പ് റെക്കോർഡറൊക്കെ വീട്ടിൽ വന്ന സമയത്ത് കാസറ്റ് ഇടുന്നതൊക്കെ ജാനകി അമ്മയുടെ പാട്ടുകളാണ്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ വളർന്നു വരുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടുതലായിട്ട് രജിസ്റ്റർ ചെയ്തത്
അത് ജാനകിയമ്മയുടെ പാട്ടാണെന്നൊന്നും എനിക്ക് അപ്പഴും അറിയില്ല. ഞാൻ വളർന്നു വലുതായപ്പോഴാണോ ശരിയാണല്ലോ ഞാൻ കൂടുതലും സ്റ്റേജിൽ പാടിയിരുന്നൊക്കെ ജാനകിയമ്മയുടെ. ഞാൻ എപ്പോ നോക്കുമ്പോൾ രാജിയുടെ ഒരു സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ജാനകിയമ്മ സോങ്സ് ആണ്. അങ്ങനെ വന്നതാണ്, അല്ലാതെ സുശീല. അയ്യോ, നമ്മള് ഡീവിയേറ്റ് ചെയ്ത് പോയി, നമ്മള് ഉറങ്ങിയ കഥയൊന്നും പറഞ്ഞില്ല. അയ്യോ, ഉറങ്ങിയത് നല്ല രസമായിരുന്നു. അത് ഏതോ ഒരു അമ്പലത്തിൽ ഇതേപോലെ ശിവരാത്രി പ്രോഗ്രാമാണ്. ശിവരാത്രി പ്രോഗ്രാം സാധാരണ ലേറ്റ് നൈറ്റ് ആണ്. ഒഴിക്കാൻ വേണ്ടി ഞങ്ങളുടെ നാട്ടിലൊക്കെ കഥകളിയായിരുന്നു. ഞങ്ങൾ പോയിരുന്ന് കാണും. ചില അമ്പലങ്ങളില് ക്ഷേത്രകലകൾ മാത്രമേ പാടുള്ളൂ, അപ്പോഴാണ് കഥകളി. ചില അമ്പലങ്ങളിൽ എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് വെക്കും. അപ്പൊ അങ്ങനെ അത് വെളുക്കോളം ഉണ്ടാവുക പ്രോഗ്രാം. അപ്പം അങ്ങനെ ഞാൻ എത്രയോ 4ാം ക്ലാസ്സിലോ 5ലോ മറ്റോ പഠിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പാട്ട് ഇന്നെനിക്ക് പൊട്ടുകുത്താൻ. അപ്പോൾ അതിൻ്റെ ബീജിയം എന്തോ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം അടുത്ത സ്റ്റാൻസ് തുടങ്ങാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മൈക്ക് പിടിച്ച് പതുക്കെ എത്രയോ 2-3 മണിയൊക്കെ ആയിട്ടോ യാത്ര ചെയ്ത്. അതെ, അപ്പോൾ ആ BGM സമയത്ത് ഇങ്ങനെ മൈക്കൊക്കെ പോണത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കൂടെ ഓർക്കസ്ട്രയിൽ വായിക്കുന്ന ആൾക്കാരും ഒക്കെ. അയ്യോ, ദേ കുട്ടി വീണു എന്ന് പറഞ്ഞ് ഓടി വന്ന് എന്നെ പിടിച്ച് കുലുക്കിയപ്പോ കറക്റ്റ് കഴിഞ്ഞ സമയമായിരുന്നു. അപ്പൊ എന്റെ സ്വപ്നത്തിൽ ഞാൻ കറക്റ്റ് ആയിട്ട് പാടി. അത് ഇപ്പോഴും രണ്ടുപേരും പാടാം. ആ പാട്ട് പാടട്ടെ? അതല്ലേ, ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം, ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട്, ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം, ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട്. എന്ത് രസമല്ലേ പാട്ട്. ഇതുപോലെ പാട്ടുകളൊക്കെ അപ്പോൾ എത്രത്തോളം ബൈഹാർട്ട് ചെയ്യാൻ പറ്റും എന്നുവെച്ചാൽ കുട്ടിക്കാലമല്ലേ രാജി, നമുക്ക് മറന്നുപോകാം, നമുക്കതിൻ്റെ സീരിയസ്നെസ് അറിഞ്ഞൂടാ. ഇപ്പോൾ ഓക്കെ, ടീനേജിലാണ് നമ്മൾ വരുന്നെങ്കിൽ നമുക്കറിയാം നമ്മുടെ മുന്നിലിരിക്കുന്നത് നല്ല ഓഡിയൻസാണ്, നമ്മുടെ കൂടെ പാടുന്ന ലെജൻഡാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ പാട്ട് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ കുട്ടിക്കാലത്ത് നമുക്ക് അത്രയൊന്നും അറിയില്ല. കുറേ ഒരു എന്താ പറയണ്ട, ഒരു ഫെസ്റ്റീവ് മൂഡും അല്ല, അതിനപ്പുറം നമ്മളങ്ങ് ആഘോഷത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്യും, ഇത് അങ്ങനെ തന്നെ ഡെലിവർ ചെയ്യാൻ പറ്റുമോ, അതോ തെറ്റിയിട്ടൊക്കെ ഉണ്ടോ? പക്ഷെ കുട്ടികൾ എന്ത് ചെയ്താലും ക്ഷമിക്കും. തെറ്റിട്ടൊക്കെ ഉണ്ട്. പിന്നെ കുട്ടിക്കാലത്ത് കൂടുതലും പാട്ടുകൾ അമ്മയാണ് പഠിപ്പിച്ചു തരാറ്. അമ്മ പഠിച്ചിട്ട് അമ്മ അത് പാടി 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 ഞാൻ കഴിക്കുമ്പോഴും ഞാൻ കളിക്കുമ്പോഴൊക്കെ അമ്മ ഇത് പാടി പാടി അത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ പാട്ടുകൾ ഏതുറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും ഞാനത് ബൈഹാർട്ട് പാടും. ആ പാട്ട് വിത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതുവരെ എനിക്ക് ബൈഹാർട്ട്. ഇവിടെ തുടങ്ങും അല്ല, ഇങ്ങനെ ട്യൂണൊക്കെ വായുകൊണ്ട് ആക്കി, അങ്ങനെ ഫ്ലൂട്ട് ബിറ്റ് ആണെങ്കിലും ഗിറ്റാർ ബിറ്റ് എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. അതാ അമ്മയുടെ ഒരു ട്രെയിനിങ് ആണ്. അമ്മയാണ് അതെല്ലാം ബൈഹാർട്ട് ചെയ്ത്. അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു 2 വരി ഏതെങ്കിലും ഒന്നേ ഒരുപാടുണ്ട്, എന്നാലും പെട്ടെന്ന് ഓർമ്മയെ വരുന്ന. ഇവൻ ഞാൻ പോലും രാജി അങ്ങനെ പാടുന്ന കേട്ടില്ല, നമ്മൾ ഇത്ര അടുപ്പാണെങ്കിലും. താമരക്കുമ്പിളല്ലോ മമ ഹൃദയം, ഇതിൽ താതാനി സംഗീത മധുപകരൂ, എങ്ങനെ എടുക്കും ഞാൻ, എങ്ങനെ ഒഴുക്കും ഞാൻ, എങ്ങനെ എടുക്കും ഞാൻ, എങ്ങനെ ഒഴുക്കും ഞാൻ, എങ്ങനെ നിന്നാജ്ഞ നിറവേറ്റും ദേവാ ദേവാ ദേവാ, താമരക്കുമ്പിളല്ലോ മമ ഹൃദയം. ഇതാണ് അന്ന് പഠിച്ച പാട്ടിലൊക്കെ ഇങ്ങനെ മനസ്സിൽ. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട് ചേച്ചി, കാരണം നമ്മൾ സ്റ്റേജിൽ പാടുമ്പോൾ ഒന്നും ബോധേഡല്ല. അതിന്റെ ഫ്ലൂട്ടൊന്നും പാടിയില്ല, ബാക്ക്
തരരരരാ, തരരരരാ, രരരരരാ, തരര, തരര, തരരരാ, താരാ. അങ്ങനെ. അല്ല അത് നമ്മുടെ കുഞ്ഞുനാളിൽ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചാണ്ടല്ലോ, അതൊന്ന് തുടങ്ങി കിട്ടാനേ ഉള്ളൂ. പിന്നെ നമ്മൾ ആ ട്രാക്കിലായി ഒരിക്കലും മറക്കില്ല. പിന്നെ അന്ന് പേടിയും ഉണ്ടായിരുന്നില്ല. ഓഫ്കോഴ്സ് എനിക്ക് ആര് വന്നിരുന്നാലും ആര് കൂടെ പാടിയാലും നമ്മളങ്ങ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ രാജിയുടെ കഥ പറഞ്ഞാൽ ജനിച്ചു വീണതേ സ്റ്റേജിലേക്ക്. കുട്ടിക്കാലം തൊട്ട് സ്റ്റേജ് ഫ്രൈറ്റ് ഉണ്ടായിരുന്നില്ല. എനിക്ക് വലുതായി ഞാൻ ഈ പാട്ട് കുറച്ച് സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് അയ്യോ ഞാൻ തെറ്റുപാടിയാൽ അത് അവർക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഇത്രയും വലിയൊരാളാണ് പാടണേന്ന്. ഇപ്പൊ എനിക്ക് രാജിയുടെ സ്റ്റേജ് ഷോസിൽ ചെറിയതായിട്ട് രാജി ബാക്ക് സ്റ്റേജിലൂടെ ഞാൻ പ്രിപ്പയർ ചെയ്യണതും ചുമക്കണതും ഒക്കെ ഉണ്ട്. പണ്ട് പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല. രാജിയുടെ കുഞ്ഞുനാളിലെ രാജി പോക്കറ്റ് മണി ഉണ്ട്. എന്തൊരു ഭാഗ്യവതിയാണ്. നമുക്കൊക്കെ ആണെങ്കിൽ ചോദിച്ചു എരുന്ന പൈസ ഉണ്ടാവില്ല. കുട്ടിക്കാലത്തെ പോക്കറ്റ് മണി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു വിഷു ആണ് ആകെ. ഇപ്പൊ രാജി ദിവസം പൈസ ഉണ്ടാക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം എന്ന് വെച്ചാൽ വിഷു ആണ് ഞങ്ങൾക്കൊരു വലിയ കാര്യം, കൈനീട്ടം. അതിന് രണ്ട് വശങ്ങളുണ്ട്, അത് ഞാൻ പറയാം. ഒന്ന്, ചേച്ചി പറഞ്ഞ പോലെ എപ്പോഴും ആ ഒരു വളരെ ചെറിയ പ്രായത്തിൽ എൻ്റേതായിട്ടുള്ള ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റി എന്നുള്ള ഒരു അഭിമാനം എനിക്ക് എപ്പോഴും ഉണ്ട്. രണ്ടാമത്, എന്തുകൊണ്ടോ ആ സമയത്തെ സാഹചര്യത്തിൽ എനിക്കങ്ങനെ പ്രോഗ്രാംസ് പോകേണ്ട ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും വെച്ച് നോക്കുകയാണെങ്കിലും എനിക്ക് ശരിക്കും എന്താ പറയുക, ഈശ്വരൻ്റെ അനുഗ്രഹമാണ് അങ്ങനെ ഒരു ഇത് വന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് നേരത്തെ ഈ ഫീൽഡിലേക്ക് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ എനിക്ക് അച്ഛനില്ല. അപ്പോൾ ഞാനും അമ്മയും എൻ്റെ ചേട്ടനും അമ്മൂമ്മ മുത്തശ്ശൻ, അങ്ങനെ ഞങ്ങൾ അത്രയും പേരാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ പാട്ട് തന്നെ തിരഞ്ഞെടുത്തപ്പോൾ അങ്ങനെ ഒരു ഇൻകം കിട്ടും. അത് അതൊരു വലിയ കാര്യമായി. പിന്നെ അത് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആ കാര്യത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ശരിക്കും. അപ്പോൾ എക്സാമിനേഷനൊക്കെ എങ്ങനെയാണ് രാജി? വല്ലപ്പോഴൊക്കെ വീട്ടിൽ പോവും, സ്കൂളിൽ പോവും, ബാക്കി നോട്ട്സൊക്കെ വല്ലപ്പോഴും മാവേലിന്ന് തന്നെ വിളിച്ചിരുന്ന പണ്ടേ. അല്ല, നോട്ട്സൊക്കെ ഞാൻ പഠിച്ച് സെയിൻറ്റ് ആൻസ് പറഞ്ഞിട്ട് എറണാകുളം ടീച്ചേഴ്സ്. പക്ഷെ ഇത്തരം കുട്ടികൾക്ക് ഭയങ്കര സപ്പോർട്ട്. പണ്ടത്തെ കാലത്ത്, ഇപ്പോഴത്തെ കാലത്ത് ഇനി ടീച്ചേഴ്സ് എല്ലാവരും കൂടെ എന്നെ അടിക്കാൻ വരുമെന്ന് എനിക്കറിയില്ല. സപ്പോർട്ട് ഈസ് കമ്പാരിറ്റീവ്ലി ലോവർ ഞാൻ പറയും. അതെ. അല്ല, എൻ്റെ അനുഭവം ഞാൻ പറയാം. ഞാൻ പഠിച്ച സ്കൂളിൽ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പറഞ്ഞാൽ എനിക്ക് അറ്റൻഡൻസേ ഉണ്ടായിട്ടില്ല. എപ്പോഴും എല്ലാത്തിനും അറ്റൻഡൻസ് ഷോർട്ടേജ്. എക്സാം ആണെങ്കിലും ഞാൻ ഒരുപാട് ചിലപ്പോൾ എഴുതാതെ പോയിട്ടുണ്ട്. പക്ഷേ വളരെ കാര്യമായിട്ട് എൻ്റെ കൂടെ നിന്ന് നോട്ട്സ് ആണെങ്കിലും ഇപ്പോൾ എൻ്റെ കൂട്ടുകാരികൾ ഇപ്പോഴും അവരായിട്ടൊക്കെ കോണ്ടാക്റ്റ് ഉണ്ട്. എനിക്കത് നോട്ട്സ് തരിക. അപ്പോൾ ടീച്ചർമാരെ എനിക്ക് റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിച്ച് തരിക. പിന്നെ സ്കൂളിൽ നിന്ന് സിസ്റ്റേഴ്സ്, കാരണം അവിടുത്തെ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ നമ്മൾ അതേപോലെ പാട്ടിലും എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ എന്നെ ശരിക്കും തീർച്ചയായിട്ടും അവർ വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, സ്കൂളിനൊരു പേരാണ്. ഒരു കലാകാരിയായിട്ടുള്ള ഒരു കുട്ടി, സ്പോർട്സ് സ്റ്റാർ, ഇവരൊക്കെ സ്കൂളിലുണ്ടാകുമ്പോഴേ ടീച്ചേഴ്സും ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യുന്ന കുറേ ടീച്ചേഴ്സ് ഉണ്ട്. അവരൊക്കെ എന്ത് ഫ്രീ ആണ്. ഞാൻ ഒരിക്കലും അധ്യാപകരെ ജനറലൈസ് ചെയ്യുന്നതോ കുറ്റം പറയുന്നതല്ലോ, പക്ഷെ പണ്ടത്തെ ടീച്ചേഴ്സ് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. എൻ്റെ എല്ലാ ടീച്ചേഴ്സും 1 മുതൽ 10 വരെ എന്നെ പഠിപ്പിച്ച ഓരോ ടീച്ചേഴ്സിൻ്റെയും പേര് ഞാൻ അങ്ങനെ പറയും. കാര്യം അവർ തെറ്റ് കണ്ടാൽ നമ്മളെ അടിക്കും. എന്നിട്ട് ഒരു പ്രീ ഡിറ്റർമിനേഷൻ ഇല്ല. എന്തൊരു സ്നേഹമാണ് അവർ. അല്ലേ? തീർച്ചയായിട്ടും എനിക്കും ആ വല്ലാത്തൊരു സ്നേഹം. ഇപ്പോഴും ഞാൻ ആ സ്കൂളിൽ പോകാറുണ്ട്, സിസ്റ്ററിനെ കാണാറുണ്ട്, ടീച്ചേഴ്സിനെ കാണാറുണ്ട്. വല്ലാത്തൊരു സ്നേഹമാണ് സത്യം എനിക്ക് കിട്ടിയത്. പിന്നെ 10th വരെ ഇന്നത് സ്കൂളുകൾ മിസ് ചെയ്യുന്നു. ഇന്ന് പഠിക്കാൻ ഒരുപാട് തന്നെ ഞാൻ വിചാരിക്കും. മറ്റേ ആരോ പറഞ്ഞ പോലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, രാവിലെ തോളിൽ ചുമട് പണി, എന്താ ചെയ്യുക. പക്ഷെ ഇങ്ങനെ ഒരു ഇത് കൂടെ പോകുമ്പോൾ നമ്മളും അതിലൊക്കെ പോയേ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് എൻ്റെ ടീച്ചേഴ്സിന് സ്കൂൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്നെ ഈ പ്രോഗ്രാമിന് പോണേനൊക്കെ ഞാൻ പറയാം, ഞാൻ വലിയ നന്നായിട്ട് പഠിക്കില്ലായിരുന്നു, എന്നാൽ മോശമായിരുന്നില്ല. ഒരു 75-80 ഇടയ്ക്ക് മാവേലിയായിട്ട് കിട്ടുന്ന 75-നൊക്കെ ഞാൻ A+. അപ്പോൾ ടീച്ചർമാർ പറയാം, അവളെ ഇത്രയും പരിപാടിക്ക് പോയിട്ടല്ലേ ഇങ്ങനെ വാങ്ങിക്കണേ. അങ്ങനെ എനിക്കൊരു സ്ട്രെസ് ഒന്നും കിട്ടിയിട്ടേ ഇല്ല സ്കൂളിൽ നിന്ന്. പിന്നെ ഞാൻ പഠിച്ച കോളേജാണെങ്കിലും സെൻറ്റ് ജോസഫ്സ് കോളേജ്, അവിടെയും ആർട്സിന് ഒരുപാട് പ്രാധാന്യമുള്ള ഒരുപാട് ട്രാവൽ ചെയ്യായിരുന്നു അല്ലേ കുട്ടിക്കാലത്ത് എന്ന് വെച്ചാൽ. ഈ ഇപ്പം അമ്പലപ്പറമ്പുകളായാലും അപ്പം ഒരുപാട് യാത്രയുണ്ട്. അപ്പം രാജി ശരിക്കും കുട്ടിക്കാലത്ത് നമുക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, അത് ഭയങ്കര രസമാണ്. കാരണം ഒന്നും പ്രശ്നമല്ല.
ഇങ്ങനെ ഇപ്പോഴാണെങ്കിൽ നമ്മൾ അയ്യോ AC ഉണ്ടോ കാറിൽ, അല്ലെങ്കിൽ അവിടെ പോയി നമ്മൾ എത്ര മണിക്ക് എത്തും, അവിടെ റൂം എവിടെയായിരിക്കും, എവിടെ സ്റ്റേ, എന്താ ഫുഡ്, ഇത് അതൊന്നുമില്ല. സ്ഥലങ്ങൾ കാണുക, ഇങ്ങനെ ഗ്ലാസിന്റെ അടുത്തിരുന്ന് ഓരോന്ന് കാണുക, സംശയങ്ങൾ അടുത്തിരിക്കുന്ന അങ്കിളുമാരോട് ചോദിക്കുക. അപ്പം ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിലേ തൊട്ട് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാ ജില്ലകളും ശരിക്കും കവർ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമായിരുന്നു. ദാസേട്ടൻ്റെ കൂടെ രാജി ഒരു സ്റ്റേജിൽ തന്നെ ഞാൻ പാടുന്നത്, ഞാൻ അന്ന് അവിടെ ഓഡിയൻ്റ് ആയിട്ടിരുന്ന് കണ്ടിട്ടുണ്ട്. ദാസേട്ടൻ ജനിച്ച യുഗത്തിൽ കൂടെ ജനിക്കാൻ പറ്റിയെന്നുള്ള ഞാനൊക്കെ ഏറ്റവും വലിയ ഭാഗ്യം. ദാസേട്ടനെ ഒന്ന് കാണണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ, പരിചയപ്പെടാൻ, അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. പക്ഷെ ദാസേട്ടനെ ആദ്യമായിട്ട് കണ്ട ഒരു ഓർമ്മ, അയ്യോ ദാസാറിനെ ഞാൻ പറയല്ലേ, ദൈവം പ്രത്യക്ഷപ്പെട്ടാൽ എന്തായിരിക്കും, എല്ലാം മറക്കും നമ്മൾ. ദാസേട്ടനും എല്ലാം മറന്ന് ഇങ്ങനെ ആ ഒരു പ്രഭയുടെ മുമ്പിൽ നമ്മളിങ്ങനെ എന്താ പറയാ, ഒന്നും പറയാൻ പറ്റാത്ത, പറയില്ലേ ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെട്ടാൽ എന്ത് ചോദിക്കാൻ അറിയാമില്ല, അതുപോലത്തെ ഒരു ഫീലാണ് ദാസാറ്. പിന്നെ ഓഫ് കോഴ്സ് ദാസാറിന്റെ കൂടെ പാടുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഒത്തിരി കൊച്ചിലേ തൊട്ട് ഇങ്ങനെ ആഗ്രഹിക്കുകയും കൊതി, എനിക്ക് ദൈവമേ അങ്ങനെ ഒരു സമയം ഉണ്ടാവുമോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സമയവും ആദ്യമായിട്ട് പാടിയപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നില്ല രാജി? ഭയങ്കര വൈബ്രേഷനാണ്. അവർ അവിടെ നിന്ന് പാടുമ്പോൾ നമുക്ക് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും ആ ഒരു ഇത് വന്ന് നമുക്ക് തട്ടുന്നത്, ആ വൈബ്. നമ്മൾ എത്ര പാടിയാലും നമ്മുടെ ഉള്ളിൽ നിന്നൊന്നും വരുന്നില്ല, അങ്ങനെ നമുക്ക് പേടിയാവും. പിന്നെ അതൊരു പതുക്കെ ബ്ലെൻഡ് ചെയ്ത് അതൊരു കംഫർട്ട് സോണിലേക്ക് അത് ചെല്ലും. അത് ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. ദാസാറ് രാജി എപ്പോഴും വളരെ മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ, മെലഡിയാണ് ഞാൻ രാജി എപ്പോഴും പാട്ട് കേട്ടിട്ടുള്ളത്. രാജിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫാസ്റ്റ് റൗണ്ട് ഏതാണ്? ഞാൻ ഫാസ്റ്റ് ഒക്കെ പാടും, ഫാസ്റ്റ് ഇട്ട് ഡാൻസ് കളിക്കും വീട്ടില്. അതൊന്നും പറയല്ലേ, ഞാനും കൂടെ കൂടും നമുക്ക് ഇവിടെ. അല്ല അങ്ങനെയല്ല, എനിക്ക് എല്ലാ മൂഡിലും ആ മൂഡനുസരിച്ച് പാട്ട് കേൾക്കണം എന്നുള്ള ഒരാളാണ്. എപ്പോഴും മെലഡി, എപ്പോഴും ദുഃഖം അങ്ങനെയൊന്നുമല്ല. പക്ഷെ ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനത്തെ പാട്ടുകൾ കേൾക്കണം. പിന്നെ ഞാൻ ഭയങ്കര അടിപൊളി മൂഡിലിരിക്കുകയാണെങ്കിൽ ഞാൻ ഉറക്ക പാട്ട് വെച്ചിട്ട് പുതിയ പാട്ടൊക്കെ കിട്ടത്തുള്ളൂ. പഴയ അടിപൊളി പാട്ടുകൾ കുറേ ഇഷ്ടമാണ്. പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഒരു ഫാസ്റ്റ് റൗണ്ട് ഏതായിരുന്നു? നമുക്ക് രണ്ടുപേർ കൂടെ കൂടി ഡാൻസ് ചെയ്യാം. बिच्छू मेरे नैना बड़ी जहरीली अख मारे, कम सिन कमरिया सारी एक ठुमके से लख मारे, नोट हजारों के खुला छुट्टा कराने आई, हुस्न की तीली से बीड़ी चिल्लम जलाने आई, आई चिकनी चमेली छुप के अकेले पौवा चढ़ा के आई, आई चिकनी चमेली छुप के अकेले पौवा चढ़ा के आई. പിന്നെ നമുക്ക് ഇതുപോലെ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള സോങ് ഉണ്ട്, നമ്മളെ ഒന്ന് അത്തരത്തിലുള്ള പാട്ടുകൾ നമുക്ക്. അതാ മ്യൂസിക്കിന്റെ ഒരു പവർ. ഇവൻ ഭയങ്കര വിഷമത്തിലിരിക്കുകയാണെങ്കിൽ എത്ര വിരഹഗാനങ്ങൾ വേണം. അതുപോലെ നമ്മൾ നല്ല റൊമാൻറ്റിക് ആയിട്ട് ഒരു നല്ല റൊമാൻറ്റിക് സോങ് സത്യം ഉണ്ടാവും. അതെ അതെ, നമ്മൾ ആ ഭാവം നമ്മുടെ മുഖത്ത് കേട്ടാലും വരും. അതാണ് മ്യൂസിക്കിന്റെ ഒരു പവർ എന്ന് പറയുന്നത് അല്ലേ. ഇതിപ്പോൾ അമ്മ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു, ബട്ട് മ്യൂസിക്കിൻ്റെ ആ ഒരു കാര്യമായ ഒരു എന്താ പറയുക, ഒരു ഗുരുവിനെ അപ്രോച്ച് ചെയ്തത്, ക്ലാസ്സിന് പോയതൊക്കെ എപ്പോഴാണ് രാജി? പാട്ട് പാടാനുള്ള കഴിവ് ഐഡന്റിഫൈ ചെയ്തപ്പോൾ തന്നെ പാട്ട് പഠിക്കാനായിട്ട് പോയി ഉണ്ടാക്കി അമ്മ. അതങ്ങനെ ബാലസുബ്രഹ്മണ്യം എന്നൊരു സാറിൻ്റെ അടുത്താണ് ആദ്യമായിട്ട് പാട്ട് പഠിച്ചത്. പിന്നെ കൊച്ചിൻ കലാഭവനിൽ കുറേ നാൾ പാട്ട് പഠിച്ചു. പിന്നെ അങ്ങനെ പല സ്ഥലത്തും പാട്ട് പഠിച്ചു. ഇപ്പോഴും പഠിക്കുന്നുണ്ട്, അടൂർ സുദർശൻ സാറിൻ്റെ അടുത്ത് പാട്ട് പഠിക്കുന്നുണ്ട്. ഇങ്ങനെ ഇപ്പം രാജി ഈസ് എ വെരി പ്രൊഫഷണൽ സിംഗർ. അപ്പോൾ ഈ ക്ലാസ്സും ഇതുമായിട്ട് രാജി എങ്ങനെ? നമുക്ക് റെഗുലറായിട്ടില്ലെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ട് എപ്പോഴെങ്കിലും അതിന് വേണ്ടി ഒരു സമയം ഉണ്ടാക്കിപ്പോവും. പിന്നെ എൻ്റെ ഒരു ഇതിൽ കുറേ കാര്യങ്ങൾ ഗുരുമുഖത്ത് നിന്ന് മാത്രം അല്ല ശരിക്കും എഡ്യൂക്കേഷൻ. ഇപ്പോൾ കേൾവിക്ക് ഒരു വലിയ പങ്കുണ്ട്. പാട്ട് കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് വേറെ തരത്തിലുള്ള എഡ്യൂക്കേഷനാണ്. അപ്പോൾ അത് എനിക്ക് ഒരുപാട് അത് ഗുണം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ തന്നെ എന്നെ ഒന്ന് വിലയിരുത്തി നോക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഓരോരുത്തരുടെ പാട്ടുകൾ ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ നമുക്ക് അങ്ങനെ
അങ്ങനെ ബെറ്റർ ചെയ്യാൻ പറ്റും. പിന്നെ ശരിക്കും പറഞ്ഞ ചേച്ചി, നമ്മൾ ഇപ്പോൾ ഒരു പ്രോഗ്രാമിന് ഓരോ യാത്ര പോകുന്നു, അല്ലെങ്കിൽ ഒരു ലെജൻസ് ആയിട്ടിരുന്ന് സംസാരിക്കുന്നു, അതൊക്കെ ഒരു എഡ്യൂക്കേഷനാണ്. അതെ അതെ, അവർ പറയുന്ന ഓരോ കാര്യങ്ങളും സഞ്ചാരത്തിലും സംവാദത്തിലും തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ പറയില്ല. ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോയി പഠിക്കുന്നത് മാത്രമല്ല എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പോലെ തന്നെ ഇത് ഗുരുമുഖത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നു, അത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു, അത് ഓക്കെ ഒരു സൈഡ്. പക്ഷേ മറ്റൊരു സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മ്യൂസിക്കൽ ഡിസ്കഷൻസ്, നമ്മുടെ യാത്രകൾ, ചിലപ്പോൾ ഒന്നും ഇപ്പം ഞാൻ ചില കോമ്പറ്റീഷൻസിന് ജഡ്ജ് ചെയ്യാൻ പോകുമ്പോൾ ഒന്നും അറിയപ്പെടാത്ത കുട്ടികളായിരിക്കും, പക്ഷെ അവരുടെ പാട്ടിലും ഉണ്ടാവും നമുക്ക് എന്തെങ്കിലും പഠിക്കാനുള്ള. അയ്യോ ആ അക്ഷരം അല്ലെങ്കിൽ ആ വാക്ക് ആ കുട്ടി പറയണുണ്ട്, എന്ത് രസമായിട്ട് സാ പറയണോ, അല്ലെങ്കിൽ എന്ത് രസമായിട്ട് ആ സ്ഥലത്തേക്ക് വന്ന് ലാൻഡിങ് നോട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബുദ്ധിപരമായിട്ട് മ്യൂസിക്കിനെ കണ്ടു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ നോക്കാറുണ്ട്. ഇപ്പം നമ്മൾ ആദ്യം തുടങ്ങി ജേട്ടൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ചേട്ടൻ ഒരുപാട് പി സുശീലാമ്മയെക്കുറിച്ചും MSV കുറിച്ചും ഒക്കെ ഇഷ്ടം പോലെ കാര്യങ്ങൾ പറയും. അതൊക്കെ നമ്മൾ അനുസരിച്ചാൽ നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ശതമാനം മെച്ചപ്പെടുത്താൻ പറ്റും. അങ്ങനെയുള്ളതെല്ലാം ആണ് എൻ്റെ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പാട്ട്. രാജി സ്റ്റേജ് ഷോസിലും ഒത്തിരി ഉണ്ട്, റെക്കോർഡിങ്ങിന് പോകാറുണ്ട്, ഒരുപാട് പാട്ടുകൾ ഒക്കെ. പക്ഷേ എപ്പോഴും രാജി നമുക്ക് അങ്ങനെ റിയാലിറ്റി ഷോയിലൂടെ അധികം കാണാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ ലൈവാണ് രാജി റിയാലിറ്റി ഷോയിൽ. എങ്ങനെ പോണു ആ റിയാലിറ്റി ഷോ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു? റിയാലിറ്റി ഷോ ശരിക്കും ഞാൻ ആദ്യമായിട്ട് സ്ക്രീനിൽ വരുന്നത് ഒരു സംഗീത മത്സരത്തിൽ കൂടെയാണ്. അത് ദൂരദർശന്റെ. പക്ഷെ അന്ന് അതല്ലല്ലോ, അതിന് നമുക്കൊരു റിയാലിറ്റി ഷോ എന്ന് വിളിക്കാനേ പറയാൻ പറ്റില്ല. അതൊരു സംഗീത മത്സരം. അതാണ് മേരി ആവാസുനോ എന്ന് പറഞ്ഞൊരു ഹിറ്റ് പരിപാടിക്ക് ശേഷം തിരുവനന്തപുരം ദൂരദർശന്റെ ആദ്യത്തെ മലയാളത്തിലുണ്ടായ ആദ്യത്തെ മത്സരമാണത്. അതിൽ കൂടെയാണ് ഞാൻ ശരിക്കും സ്ക്രീനിൽ വരുന്നത്. പിന്നീട് ഒരു മത്സര വേദിയിൽ ഞാൻ വന്നിട്ടേ ഇല്ല. ഐ മീൻ ഈ റിയാലിറ്റി ഷോസിലൊന്നും വന്നിട്ടേ ഇല്ല. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി എന്ന് പറയാം. കാരണം അതിൽ ഒരു ചാരിറ്റിയൊക്കെ ഉണ്ട്. അതിൻ്റെ സമ്മാനം എന്ന് പറഞ്ഞാൽ വലിയൊരു ജില്ലയ്ക്ക് ലഭിക്കാൻ പോണ വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിലും പങ്കാളിയാവാം. പിന്നെ ഞാൻ ഒരുപാട് എന്താ പറയുക ആരാധിക്കുന്ന നമ്മുടെ ചിത്ര ചേച്ചിയും വിദ്യാസാഗർ സാറും ശരത് സാറുണ്ട്. അപ്പം നമ്മുടെ അതേപോലെ മറ്റ് സിംഗേഴ്സ് ഒരു ആഘോഷമാണ് അത് സത്യമാണ് കേട്ടോ. പിന്നെ അത് പറഞ്ഞപ്പോഴാണ് ശരിക്കും മ്യൂസിക്കിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈവൻ സിനിമാക്കാർക്ക് പോലും അതില്ല. ഒരു സിനിമ കഴിഞ്ഞു, സിനിമയിൽ അഭിനയിച്ചു, ലൊക്കേഷൻ ടു ലൊക്കേഷൻ, ബട്ട് അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ആയിരിക്കും. പിന്നെ അവരൊരു ഷോയ്ക്കൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റേ വരുള്ളൂ. പക്ഷെ പാട്ടുകാരങ്ങനെയല്ല. നിങ്ങളുടെ ഒരു ആഘോഷമാണ് അടുത്ത സ്റ്റേജ്. മിക്കവാറും അവർ തന്നെയാണ്. ഇപ്പം ഞാൻ മിക്കവാറും തിരുവനന്തപുരത്ത് മിക്കവാറും സ്റ്റേജുകളിൽ ചേച്ചിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഇത്ര കറക്റ്റായിട്ട് പറയുന്നത്. അല്ല, ഐ നോ ദ പൾസ്. അപ്പം ഞാനും പാടാനില്ലെങ്കിലും ബാക്ക് സ്റ്റേജിലെ ഒരാളാണല്ലോ. അപ്പം നിങ്ങളുടെ ആ ആഘോഷങ്ങൾ എങ്ങനെയാവും? എന്താ ഒരു ശരിക്കും വൈബ് എന്ന് പറയുന്നത്. സത്യം എനിക്ക് ആ സപ്പോർട്ട് ഒരുപാട് ഇഷ്ടമാട്ടോ. എനിക്ക് അറിഞ്ഞൂടെ എത്രത്തോളം മത്സരമുണ്ട്, അതിനൊക്കെ അപ്പുറം നമ്മൾ എൻജോയ് അല്ലേ? തീർച്ചയായിട്ടും ഇത് ഓരോ പ്രോഗ്രാമും ശരിക്കും നമ്മൾ ആഘോഷമാണ്. അതാണ് ആ വാക്ക്. ഇപ്പം കൂടെ പാടുന്നവരാണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു വൈരാഗ്യമോ ഒരു മത്സരമോ അങ്ങനെ ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ ഹെൽത്തി ആണെന്നാണ് എൻ്റെ വിശ്വാസം. കൂടുതൽ നമ്മൾ ഫ്രണ്ട്ലിയാണ്. ഇപ്പോൾ പഴയ ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ ചേച്ചി എപ്പോഴും നമുക്കൊരു സീനിയർ സിംഗറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ സംഗീത സംവിധാനം നമുക്ക് ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് പേടിയല്ല, നമുക്ക് അയ്യോ ഒരു വലിയ. ഇപ്പം ആ ഒരു അകലം വളരെ കുറഞ്ഞ് അത് ഇത്തരം ഷോസ് ഒക്കെ അതിൻ്റെ ഒരു പ്രധാന ഒരുപാട് ഷോസിൽ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്നു. അപ്പം ആ അകലം കുറഞ്ഞതുകൊണ്ട് ഈ ബാക്ക് സ്റ്റേജിൽ വന്നാൽ പോവാൻ തോന്നുന്നില്ല. അത്ര രസം. ജയൻ ചേച്ചി വന്നാൽ നമ്മൾ എത്ര നേരം സ്പെൻഡ് ചെയ്യണല്ലേ? പ്രോഗ്രാം 15 പ്രാവശ്യം പോട്ടെ എന്ന് പറയും, പോയിട്ടുണ്ടാവില്ല. ശരിക്കും അപ്പൊ നമ്മൾ ഈ പാട്ടിൽ വന്നതൊക്കെ ശരിക്കും ഞാൻ ആലോചിക്കുക. അതൊക്കെ സംഗീതം എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റഡ് തിങ്. അതൊരു വലിയ അനുഗ്രഹമാണ്. നമുക്ക് എനിക്ക് അസൂയ ഉണ്ടെങ്കിൽ എല്ലാ പാട്ടുകാരോടും അസൂയുണ്ട്. അടുത്ത ജന്മെങ്കിലും നമ്മളൊക്കെ ഹം ചെയ്യെങ്കിലും അടുത്ത ജന്മെങ്കിലും സംഗീതം തരണം എന്ന് ഞാൻ എപ്പോഴും അങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിക്കാറുണ്ട്. അതെ, സംഗീതം വളരെ ഗിഫ്റ്റഡ് ആണ്. ആ ശ്രുതിയിൽ പാടുക എന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ കുറേയൊക്കെ ട്രെയിൻ ചെയ്തൊക്കെ കുറച്ചൊക്കെ വരുത്താം. പക്ഷെ പാട്ട് മാത്രം ഒരു പിച്ചിൽ പാടുക എന്ന് പറയുന്നത് അത് ദൈവം തരണം ആ ഒരു കഴിവ്.
അതാണ് സത്യം. രാജിയുടെ അടുത്ത് എപ്പോഴും പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു നാടകഗാനങ്ങളുടെ ഒരു ഒരു എക്സ്പീരിയൻസ് ആണ്. എനിക്കെന്ന് വെച്ചാൽ നാടകഗാനം എന്തൊരു ഇഷ്ടമാണ്. കുട്ടിക്കാലത്ത് 7:30 7:45 എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ആ രാവിലെ ആ ആകാശവാണി കൂടെ എൻ്റെ വീട്ടിൽ എന്നും നാടകഗാനം വെക്കും. എനിക്ക് അപ്പം ആ ഒരു മലയാളികൾക്ക് ഒട്ടും മറക്കാൻ പറ്റില്ല സിനിമാ ഗാനങ്ങളെ പോലെ തന്നെ അവർ സ്നേഹിക്കുന്ന ആണ് നാടകഗാനം. അപ്പോൾ രാജി നാടകഗാനം എന്ന് വെച്ചാൽ സിനിമ ഇത്രയുമൊക്കെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴും എവിടെയോ ഞാൻ വായിച്ചു രാജി അവാർഡ് കിട്ടിയെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അപ്പം പാടിക്കൊണ്ട് വിശേഷം തുടങ്ങും. എനിക്ക് അവാർഡ് കിട്ടിയ പാട്ട് അത് പ്രണയസാഗരം എന്ന KPSCയുടെ നാടകമാണ്. ശരിക്കും വലിയൊരു അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ ONV സർ, അർജുന മാഷ് ഇവരുടെ ഉണ്ടായൊരു പാട്ടാണ് എനിക്ക് പാടാൻ ഭാഗ്യം. ലെജൻസാണ് ഇവരൊക്കെ, ലിവിങ് ലെജൻസാണ്. അപ്പോൾ ആ പാട്ട് ആ കൂട്ടായ്മയിൽ അതിനാണ് അവാർഡ് കിട്ടിയത്. മാധവ മാസമായി മാന്തളിർ ചേരി തൂകി മാമ്പൂവിൻ മലർത്തിരി കൊളുത്തി മാധവ നിൻ ഹൃദയാരാധികയാം പ്രിയരാധിക നീ വരില്ലേ കാർക്കുയിലേ എൻ കാർക്കുയിലേ മാധവ മാസമായി മാന്തളിർ ചേരി തൂകി മാമ്പൂവിൻ മലർത്തിരി കൊളുത്തി. കേട്ടു മറന്ന ആ കുട്ടിക്കാലത്ത് കേട്ട ഒരു നാടകഗാനം കൂടെ രണ്ടുപേരും അത്. ശർക്കര പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാരാ നിൻ മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം ശർക്കര പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാരാ. നമ്മൾ പെട്ടെന്ന് ഒരേ സീനിൽ രണ്ട് കാലം കാണിച്ച പോലെ ഭയങ്കര ഫീലായിരുന്നു. രാജിയുടെ FB നോക്കുമ്പോഴാണ് ഞാൻ രാജിക്ക് ഇപ്പൊ റെക്കോർഡിംഗ് ഉണ്ട്, ഇപ്പൊ ഇടയ്ക്കൊക്കെ നമ്മൾ വിളിക്കുമെങ്കിലും സോഷ്യൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ അപ്പം തന്നെ കാര്യങ്ങൾ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ പല പല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അടുത്തും പ്രത്യേകിച്ചായാലും ഇപ്പോൾ വിദ്യാജി ആയാലും അതുപോലെ തന്നെ കുട്ടൻ ചേട്ടനായാലും ഒരുപാട് ബിജുപാൽ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ എനിക്ക് ഒരു ഭാഗ്യം കിട്ടിയത് നമുക്ക് മാസ്ട്രോസ് ആയിട്ടുള്ള ഇപ്പോൾ രവീന്ദ്രൻ മാഷ്, അർജുനൻ മാഷ്, ജെറി അമൽദേവ് സാറ്, രാഘവ് മാഷ്, ഇങ്ങനെയുള്ള അവരുടെയൊക്കെ എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. സിനിമയിലല്ലെങ്കിൽ പോലും അല്ലാതെ ജോൺസൺ മാഷിൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് കാസറ്റ് വർക്കോ അല്ലെങ്കിൽ റീ റെക്കോർഡിങ് അങ്ങനെയൊക്കെ ഞാൻ പോലെ പാടിയിട്ടുണ്ട്. ഇത് കേട്ടപ്പോഴാണ് അന്ന് നമുക്ക് പേടിയുണ്ടോ? കാര്യം അന്ന് കുറച്ചുകൂടെ വഴക്ക് പറയുകയും അങ്ങനെയൊക്കെ ഞാൻ കേട്ടു. അങ്ങനെയുള്ളവരുടെ അടുത്ത് നമ്മളിപ്പോഴും അങ്ങനെ തന്നെ ആ ഒരു ഇതിലാണ്. എനിക്കൊരിക്കലും ഒരു മ്യൂസിക് ഡയറക്ടറിനെ ഹലോ എന്ന് പറഞ്ഞിട്ട് തോളത്ത് കൈയിട്ട് എനിക്ക് അങ്ങനെ തോന്നുകയില്ല. കാരണം ഞാൻ കണ്ട് ശീലിച്ചത് ചിലവർ പക്ഷെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് അവരുടെ അടുത്ത് ഇടപഴകണം കാണുമ്പോൾ എനിക്ക് വല്ലാതെ തോന്നുന്നുണ്ട് എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ പറ്റണില്ല. പക്ഷെ അത് ഞാൻ അങ്ങനെ കണ്ടു വന്നോണ്ടാണ് ഇവരുടെ ഇപ്പൊ ഇങ്ങനെയുള്ള അപ്പൊ എനിക്കിപ്പോ ചെറിയൊരു മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും അല്ലെ എന്നിൽ പ്രായം കുറഞ്ഞാണെങ്കിലും എനിക്ക് അവരുടെ അടുത്ത് ഭയങ്കര റെസ്പെക്റ്റും ഞാൻ വല്ലാതെ ഒരു ഇത് കാണിക്കും അവരുടെ അടുത്ത്. അത് അറിയാതെ അങ്ങനെ വന്നു പോണതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യവും കിട്ടി. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ന്യൂ എന്താ പറയുക പുതിയ തലമുറയിലെ സംഗീത സംവിധായകരായ വിദ്യാസാഗർ സാറല്ല കേട്ടോ, ചേട്ടൻ, അതുപോലെ ദീപക് ഏട്ടൻ, പിന്നെ ഇപ്പോൾ ഞാൻ ഗോപി സുന്ദരേട്ടൻ്റെ ഒരു പാട്ട് പാടി, അഫ്സലേട്ടൻ, അവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അഫ്സലേട്ടന് എനിക്ക് വളരെ ചെറുപ്പത്തിലേ അറിയാം. അഫ്സലേട്ടൻ ഇപ്പോൾ സിനിമയിലൊക്കെ വന്ന് തിരക്കായി. അഫ്സലേട്ടൻ്റെ ഒരു യൂസഫ് അലി കേച്ചേരി സാർ അവസാനമായിട്ട് അദ്ദേഹത്തിൻ്റെ അവസാന രചനകളിൽ ഒന്നാണ് ആ സിനിമ ഈ യാത്രയിൽ അതിലൊരു പാട്ട് പാടിയത്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് ചേച്ചി. കാരണം അവരുടെ കൂടെ ആരുടെ കൂടെ ആണെങ്കിലും ഒരുപാട് ഇപ്പോൾ കുട്ടഞ്ചേട്ടൻ്റെ കൂടെ ഞാൻ കൂടുതൽ
പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ കൂടെയുള്ള ഓരോ സംസ്ഥാന അവാർഡും കിട്ടി. ഓരോ സമയം ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ പാടിക്കുമ്പോഴൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ബിജു ചേട്ടനാണെങ്കിലും ദീപക്കേട്ടനാണെങ്കിലും പിന്നെ വിദ്യാസാഗർ സാറ് ഞാൻ ഒരുപാട് എനിക്ക് എന്താ പറയുക, ബാക്കി എല്ലാവരും ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, നമുക്ക് കാണാനൊക്കെ ഒരു അവസരമുണ്ട്. സാറ് ചെന്നൈയിലായതുകൊണ്ട് എനിക്കിങ്ങനെ എപ്പോഴും ഉണ്ടായത് എങ്ങനെയാണ് സാറിൻ്റെ അടുത്ത് എത്തുക എന്നൊക്കെ, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാനെങ്കിലും എങ്ങനെ പറ്റുന്നു. പക്ഷേ അതും ദൈവം സഹായിച്ച അങ്ങനെയുള്ള ഒരു അവസരം. അതും നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു സിംഗേഴ്സ് തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞില്ലേ, ശരിക്കും വിദ്യാജിയുടെ അടുത്ത് എൻ്റെ കാര്യം പറയുന്നത് വിധുചേട്ടനാണ്. ഇത് പിന്നെ ശ്രീ രവി മേനനും, ഇവർ രണ്ടുപേരുമാണ് വിദ്യാസാഗർ സാറിൻ്റെ അടുത്ത് പറയണത്. അപ്പോൾ വിധുചേട്ടൻ അപ്പം അങ്ങനെ ഒരു മനസ്സൊന്ന് ആലോചിച്ചു പോകും, എന്തൊരു നല്ലൊരു ഫീലിംഗ് ആണല്ലേ നമ്മൾ. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു എൻ്റെ പേര് സജസ്റ്റ് ചെയ്യും, എന്നെ വിളിക്കുകയും സാറ് വിളിച്ചു. എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു സാറിൻ്റെ കൂടെ പാടിയ എക്സ്പീരിയൻസ്. പിന്നെ വീണ്ടും ഗീതാഞ്ജലിക്ക് വേണ്ടിയാണ് ആദ്യം പാടിയത്. വീണ്ടും സാറ് എന്നും എപ്പോഴും വിളിച്ചു. പിന്നെ സാറിൻ്റെ ചെന്നൈയിൽ സാറിൻ്റെ ഒരു ഓൺ ഷോ ഉണ്ടായിരുന്നു, വലിയൊരു ഷോ. അപ്പോൾ അതിലെന്നെ പാടാൻ വിളിച്ചു. അങ്ങനെ പിന്നെ ഇപ്പോൾ ഗോപിച്ചേട്ടൻ്റെ പാട്ട് പാടുമ്പോഴൊക്കെ നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് എനിക്ക്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇവരെയൊന്നും എനിക്ക് ഭയങ്കര ഫ്രണ്ട്ലി ഒന്നായിട്ട് എനിക്ക് പറ്റില്ല, അത് എൻ്റെ കുഴപ്പമാണ്. കാരണം എനിക്കെപ്പോഴും അവരെ ഒരു ഡിസ്റ്റൻസിൽ അങ്ങനെയാണ് എനിക്ക് റെസ്പെക്റ്റ് ആയിട്ട്, അത് നമുക്ക് അതാണ് എനിക്കിഷ്ടം. അപ്പം അങ്ങനെ പോട്ടെ, അതാണ് നമ്മുടെ ഇഷ്ടമാണ് രാജി. അല്ലാതെ അവരെന്തെന്നുള്ളൊരു കാര്യം വരുന്നേ ഇല്ലല്ലോ രാജി. ഈ ചില മരുന്നുകളൊക്കെ കഴിയുമ്പോൾ ഇതിനു മുമ്പും പിമ്പും, അതുപോലെ അവാർഡിന് മുമ്പും പിൻപും എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് രാജി? അയ്യോ, അവാർഡിന് മുമ്പ് എൻ്റെ വലിയ വ്യത്യാസം പേഴ്സണലി വന്നിട്ടില്ല കേട്ടോ, ഇവിടെ നിൽക്കണം. അയ്യോ അതല്ല, എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും ചെറിയ പ്രായത്തിലെ ഇത്രയും വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നമുക്ക് നല്ലൊരു അവസരം വരാതെ നിൽക്കണ ഒരു സമയമായിരുന്നു അവാർഡിന് മുമ്പുള്ള. കാരണം സിനിമയിൽ എന്തുകൊണ്ടോ എൻട്രി കിട്ടുന്നില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും എന്നെ അറിയാം, രാജലക്ഷ്മിൻ്റെ പാട്ടുകാരി അങ്ങനെ അറിയാം. പക്ഷേ ഒരു അവസരം കിട്ടാതെ നിന്നൊരു സമയമാണ് അത്. ഒരുപാട് പ്രോഗ്രാംസിന് ഒക്കെ പോയിക്കൊണ്ടിരുന്നു, പ്ലേ ബാക്ക് സിംഗേഴ്സിൻ്റെ കൂടെ. ഇപ്പോൾ ഇന്ത്യക്ക് പുറത്താണെങ്കിലും ഒക്കെ ഞാൻ പോകുന്നുണ്ട്. പക്ഷേ അത് ശരിക്കും ജയൻ ചേട്ടനെ കണ്ടതാണ് എനിക്ക് ഒരു വഴിത്തിരിവായത്. ജയൻ ചേട്ടൻ പിന്നെ അവാർഡിന് മുമ്പ് പല സ്റ്റേജുകളിലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും എനിക്കൊരു ഒഴിവാക്കപ്പെടുന്ന ഒരുപാട് അനുഭവങ്ങളൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ചേച്ചി, ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ എന്തോ ആരോടെ വിഷമങ്ങളൊക്കെ പറയും? അമ്മയടുത്ത് പറയും, പിന്നെ എൻ്റെ ഹസ്ബൻഡ് അമ്മയുടെ ആ ഒരു ഇത് കഴിഞ്ഞ് പിന്നെ ഏൽപ്പിച്ച ആളാണ് ഹസ്ബൻഡ്. പുള്ളി ഭയങ്കര പാട്ട് സ്നേഹിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം കാര്യങ്ങളൊക്കെ. അല്ലാതെ ഞാൻ ഉള്ളിൽ തന്നെ ചിലപ്പോൾ ഇങ്ങനെ അയ്യോ എന്താണാവോ ഇങ്ങനെ നീ പാടണ്ട എന്നൊക്കെ അത്രയും വരെയൊക്കെ ആലോചിച്ചിട്ടുണ്ട് ഞാൻ ചില സമയങ്ങളിൽ. അത് കഴിഞ്ഞ് അതാ ഞാൻ പറഞ്ഞത്, ജയൻ ചേട്ടനെ കണ്ടുമുട്ടിയത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വഴിത്തിരിവാണ്. കാരണം അങ്ങനെ ഒരു പാട്ട് തരണം ആരെങ്കിലും, അല്ലെങ്കിൽ അതൊരു ചലഞ്ചിങ് ആണ് അത് അവർക്ക്. ഈ ഒരു കുട്ടിക്ക് ഒരു പാട്ട് രണ്ടും കണ്ണടച്ച് കൊടുക്കാം, അത് ഹിറ്റാകുമോ എന്നുള്ളതൊന്നും നോക്കാതെ. കുട്ടൻചേട്ടൻ എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ കുട്ടൻചേട്ടന്, അല്ലെങ്കിൽ കുട്ടൻചേട്ടൻ്റെ സിംഗേഴ്സിന് ഇത്രയോ വർഷത്തെ 7 വർഷത്തെ അവാർഡുകൾ ബാക്ക് ടു ബാക്ക് കുട്ടൻചേട്ടൻ്റെ സിംഗേഴ്സിന് ഐശ്വര്യമാണ്. അതൊരു ഭയങ്കര ഭാഗ്യമല്ല, നമ്മൾ ഞാനൊന്നും അവാർഡ് എന്ന് പറഞ്ഞ സാധനം പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. കാരണം നമ്മളെ കയറിയിട്ടുള്ളൂ സിനിമയിലേക്ക്. ഞാൻ അതിനു മുമ്പ് ജാസ് ചേട്ടനാണ് ആദ്യമായിട്ട് അശ്വരുടനിൽ എന്നെ പാടിച്ചെങ്കിലും സിനിമയിൽ ഞാൻ ഒരു അറിയപ്പെട്ട പ്ലേ ബാക്ക് സിംഗർ ആയിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു ആദ്യത്തെ പാട്ടൊരു സോളോ സോങ് തന്നത് ജയൻ ചേട്ടനാണ്. അപ്പോൾ അതെങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങി നല്ലൊരു അഭിപ്രായം വരണം എന്നതിലപ്പുറം അവാർഡൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. പക്ഷേ ഈശ്വരൻ അങ്ങനെ എനിക്കങ്ങനെ ഒരു ഇത് തന്നു. അതിനുശേഷം ഉണ്ടായൊരു വലിയൊരു മാറ്റം. കാരണം ഇതൊരു ക്രൈറ്റീരിയയാണ് നമ്മുടെ ഇവിടുത്തെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ, മ്യൂസിക് എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും സിനിമ ഒരു വലിയ ഘടകമാണ്. സിനിമയുടെ പിൻബലം എന്ന് പറഞ്ഞാൽ അത് ഞാൻ അനുഭവിച്ചതാണ്. അതായത് ഒരു ആളെ എത്ര നന്നായി പാടുമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, എത്ര സിനിമയിൽ പാടിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര പാട്ട് ഹിറ്റാണ് അതനുസരിച്ചിരിക്കും അയാളെ അടുത്തടുത്ത സ്റ്റേജുകളിൽ. അപ്പോൾ ശരിക്കും അത് ആ ഒരു ട്രെൻഡ് മാറേണ്ട സമയമാണ് ഇപ്പോൾ. കാരണം ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പുതിയ ജനറേഷനിലുള്ള ഒരുപാട് കുട്ടികൾ സ്വന്തമായി ബാൻഡ് ഫോം ചെയ്യുക, അവർ കമ്പോസ് ചെയ്യുക, പാട്ട്.
പക്ഷേ ഈ ബാൻഡിനൊക്കെ ശരിക്കും ഇപ്പം ഒരു TV ഷോയിലൊക്കെ, ബട്ട് അതല്ലാതെ ഒരു ബാൻഡിന് ഭയങ്കര നിലനിൽപ്പുണ്ട്. അതാ ഞാൻ പറയാം, നിലനിൽപ്പ് വരണം. ഒരിക്കലും നമ്മുടെ മ്യൂസിക് ഈ ഫിലിം മ്യൂസിക്കിൽ ഒതുങ്ങി പോകാൻ പാടില്ല. ഇന്ത്യൻ പക്ഷേ ഈ ബാൻഡ് എന്ന് പറയുന്ന അവരുടെ സൃഷ്ടി ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഒരു തലമുറയിലെ മാസ്റ്റേഴ്സ് ഉണ്ടാക്കിയ പാട്ട് അത് വേറെ, അത് വേറെ, അത് മ്യൂസിക് ബാൻഡ് വേറെ. ഈ ചേച്ചി ഉദ്ദേശം എനിക്ക് മനസ്സിലായി. പഴയ പാട്ടുകൾ അവരുടേതായിട്ടുള്ള രീതിയിൽ ഇന്റർപ്രറ്റ്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ആൾക്കാരോട് വളരെ വൃത്തികെട്ട രീതിയിൽ ഇങ്ങനെ ആക്കി 2-3 ടീമിനോട് ഞാൻ ചോദിച്ചു എന്താണ് അങ്ങനെ ചെയ്യണത്. അത് അപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്തൂടെ. അത് അങ്ങനെ ഒരു നിഷേധിക്കണ എന്തിനാണ്? അത് ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണ്. അതിനെ അങ്ങനെയല്ല എന്ന് വെച്ചാൽ മലയാളികളുണ്ടല്ലോ, മലയാളികൾക്ക് വളരെ നമ്മൾ എത്രത്തോളം കലാകാരന്മാർ രംഗത്തുണ്ടോ അത്രയും കലാബോധമുള്ള പ്രേക്ഷകരും ഉണ്ട്. തീർച്ചയായിട്ടും. ഈവൻ പാട്ടിനായാലും സിനിമയ്ക്കായാലും മലയാളികളെ ക്രിട്ടിസൈസ് നല്ല ജഡ്ജസ് ആണ്. മലയാളികളെ നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനേ പറ്റില്ല, അല്ലേ? തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും. ഇന്നും ഞാൻ ചോദിക്കട്ടെ, പാട്ടിനെ കുറിച്ച് ഡേറ്റാ ബേസ് ഇത്ര ആൾക്കാരുടെ രാജ്യം നമുക്ക് ചിലപ്പോൾ അറിയാൻ കൂടെ ഉണ്ടാവില്ല. ഓരോ പാട്ടിനെ കുറിച്ചും അറിയുന്ന ആൾക്കാർ എന്തുമാത്രം ഒരുപാട്. നമ്മളെന്ത് സമയം ഉണ്ടാവട്ടോ എപ്പോ വിളിച്ചു ചോദിച്ചാൽ മണി പോലെ പറയും, പക്ഷെ അവർക്ക് പാടണമെന്നില്ല. ഇല്ല, അവരൊന്നും മുൻനിരയിലും ഉണ്ടാവില്ല. അല്ല, ഇതാണ്. അപ്പോൾ മ്യൂസിക് ബാൻഡുകൾ വരുന്ന വെച്ചാൽ ഇത് ഈ പ്രവണത ഒരു അതിര് വിടുമ്പോൾ എനിക്കും തോന്നാറുണ്ട്, അയ്യോ ഇത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നാറുണ്ട്. പക്ഷെ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങി, അവരുടെ ഓൺ കോമ്പോസിഷൻസ് ചെയ്യാൻ തുടങ്ങി. അവർ പല കുട്ടികളും ഇപ്പോൾ എഞ്ചിനീയറിങ്ങും ബിടെക് കഴിഞ്ഞിട്ട് മ്യൂസിക്കിലേക്ക് തന്നെ വന്ന് അതൊക്കെ ഉപേക്ഷിച്ച് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എത്ര പേരെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ സ്കോപ്പ് പതുക്കെ വരുന്നുണ്ട് ഇവിടെ. പക്ഷേ എങ്കിലും എന്നെപ്പോലെയുള്ള ആൾക്കാർ ഫിലിമിൻ്റെ ഒരു പിൻബലം ഇല്ലാത്തത് നിറയെ അനുഭവിച്ചതാണ് സത്യം. അതുകൊണ്ട് എനിക്ക് സിനിമ കൂടിയേ തീരൂ. നമ്മൾ ആ അവാർഡിനെ കുറിച്ച് പറഞ്ഞു. അവാർഡ് ലഭിച്ച പാട്ട് 2 വരി പാടും. ഒളിച്ചിരുന്നേ ഒന്നിച്ചൊളിച്ചിരുന്നേ മുറ്റത്തെത്തും തെറ്റിപ്പൂവിൽ ഒളിച്ചിരുന്നേ മിണ്ടിപ്പറഞ്ഞേ എന്തോ മെല്ലിപ്പറഞ്ഞേ ചുറ്റിപ്പായും വണ്ടോടൊപ്പം മൂളിപ്പറന്നേ മഞ്ഞു പൊഴിഞ്ഞേ എൻ മനം നിറഞ്ഞേ നെയ്തലാമ്പലായോർമകൾ ഒന്നിച്ചിരുന്നേ അന്നേ ഒന്നിച്ചിരുന്നേ തെന്നല്ലോ ഞാലിന്മേൽ ഒന്നിച്ചിരുന്നേ. വാതോരാതെ ജാനകിയമ്മയെ കുറിച്ച് പറഞ്ഞു. ജാനകിയമ്മയുടെ പെട്ടെന്ന് മനസ്സിലോർമ്മ വരുന്നൊരു പാട്ട്. നിദ്ര തന്നീരാഴി നീന്തി കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി കളിയോടം മെല്ലിത്തുഴഞ്ഞു ഞാൻ മറ്റാരും കാണാത്ത കരയിൽ ചെന്നെത്തി കാണാത്ത കരയിൽ ചെന്നെത്തി നിദ്ര തന്നീരാഴി നീന്തി കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി. ഈ പാട്ട് പോലെ രസമുള്ളതായിരുന്നു, നമ്മുടെ സൗന്ദര്യമുള്ളായിരുന്നു നമ്മുടെ ഇന്റർവ്യൂ. രസമായിട്ട് പോയി. ഇങ്ങനെ തുടങ്ങിയത് അറിഞ്ഞില്ല, ഇപ്പൊ അവസാനിക്കാൻ പോണു അല്ലേ? സത്യം, അൺഎഡിറ്റഡ് വേർഷൻ എന്നൊക്കെ പറയാം. രാജി, താങ്ക് യു സോ മച്ച്. താങ്ക് യു കൗമുദി TV. താങ്ക് യു എൻ്റെ പ്രിയപ്പെട്ട ചേച്ചി. താങ്ക് യു സോ മച്ച്.